നീണ്ടകരയിൽ വെള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ 11ാം ദിനവും തുടരുന്നു. നാവികസേനയും കോസ്റ്റ് ഗാർഡും തിരച്ചിൽ ഊർജിതമാക്കും. കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഗൗതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ നടക്കുന്നത്. അച്ഛനെയും ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട അമ്മയുടെ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു തിരച്ചിൽ ഊർജിതമാക്കിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ നാവികസേനയും ദൌത്യത്തിന്റെ ഭാഗമായി. ഇത്രയും നാളായി കണ്ണീരുണങ്ങാത്ത പുത്തൻതുറയിലെ വീട്ടിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി തിരിഞ്ഞു നോക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഗൗതത്തിന്റെ അമ്മയെ കണ്ടിരുന്നു. ഫിഷറീസ് വകുപ്പ് വേണമെന്ന് വാശി പിടിച്ചു വാങ്ങിയ ലീഗ് മന്ത്രി ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം മന്ത്രി വരുന്നില്ല. ഇത് ചോദിക്കേണ്ട ചോദ്യമാണ്. അവര് വാശി പിടിച്ച് ഈ ഫിഷറീസ് വകുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്വം കാണിച്ചു കൊടുക്കാനുള്ള സമയത്ത് അവർ ഒന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം നേവിയുടെ റെസ്ക്യൂ ഷിപ്പും കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററും സ്ക്യൂബ ഡൈവേഴ്സും ഉൾപ്പെടെയാണ് പരിശോധന നടത്തിയത്. കാലാവസ്ഥ അനുകൂലമായതിനാൽ തിരച്ചിൽ രാവിലെ തന്നെ ആരംഭിക്കും. ജനം, കൊല്ലം.